Good evening all, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാഹുൽ ബാലചന്ദ്രൻ. ഐ എം ദ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഇങ്കർ റോബോട്ടിക്സ്. ഇപ്പോൾ ടെക്സ് പോലെ ഒരു മനോഹരമായിട്ടുള്ള വേദിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് 3 തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള അപമാനങ്ങളും ഒരു 20 വർഷം എടുത്തു. തീർച്ചയായിട്ടും ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ. ഇത്രയും നല്ല സ്പീക്കേഴ്സിൻ്റെ കൂടെ നമ്മളുടെ പേര് കൂടെ വരുന്നു, അല്ലെങ്കിൽ ടെക്സ് പോലൊരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു അഭിമാനമായി കണക്കാക്കുന്നു. ഞാൻ ജനിച്ചതും വളർന്നതും ഒരു ഗ്രാമത്തിലാണ്, ഒരു കൊച്ചു ഗ്രാമം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഗ്രാമം. തൃശ്ശൂരിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ മാറി മുള്ളൂർക്കര ഇരനിലങ്കോട് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. അവിടെ ഒരു മലയാള മീഡിയം സ്കൂളിൽ ബേസിക് എഡ്യൂക്കേഷൻ, ദെൻ പ്രീ ഡിഗ്രി കേരളോർമ, തൃശ്ശൂരിലെ പ്രശസ്തമായിട്ടുള്ളൊരു കോളേജ്. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, അങ്ങനെയാണ് കേരളോർമയിൽ വന്ന്. കേരളോർമയിൽ നിന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻജിനീയറിങ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ 4th ഗ്രൂപ്പാണ് എടുത്തിരുന്നത്. പക്ഷേ ടെക്കിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എൻജിനീയറിംഗ് ഡിപ്ലോമയ്ക്ക് പോയി. ചേലക്കര ഗവൺമെൻറ് പോളിടെക്നിക്കിൽ ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗിൽ ഞാനൊരു ഡിപ്ലോമ എടുത്തു. അച്ഛൻ കൃഷിയാണ്, റബ്ബർ, തെങ്ങ്, പ്ലാന്ററും ഇതൊക്കെയായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ അതൊക്കെ നോക്കി. അങ്ങനെ 22ാമത്തെ വയസ്സിൽ ഒരു ഹോട്ടൽ ലീസിന് എടുത്തിട്ട് നടത്തുക എന്നുള്ളൊരു സംരംഭമാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത്. ആ സമയത്ത് എൻ്റെ വിചാരം എനിക്ക് ഭയങ്കരമായിട്ടുള്ള കഴിവുകളുണ്ട്, ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള മിഥ്യാധാരണ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് വേണമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഇൻവെസ്റ്റർ എപ്പോഴും നമുക്ക് നമ്മളുടെ അച്ഛനും അമ്മയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് 10 ലക്ഷം രൂപ ഒരു 20-22 വർഷം മുമ്പാണ്, അന്നത് വലിയ സംഖ്യയായിരുന്നു, തന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകനായി ജനിക്കാൻ പറ്റും. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ ഇറങ്ങിയിട്ടുള്ള നല്ല ബുക്കുകളുടെയൊക്കെ വിവർത്തനങ്ങളൊക്കെ വായിക്കുകയും അതിനെപ്പറ്റി ചർച്ചയും ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു. എന്നിൽ എന്തെങ്കിലും നല്ല ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ അവർ പകർന്നു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെയും മകനായി ജനിച്ച് ഇങ്ങനൊരു 10 ലക്ഷം രൂപ എനിക്ക് തന്നു. 22ാമത്തെ വയസ്സിൽ ഞാനൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ 2 വർഷമൊക്കെ വളരെ നല്ല രീതിയിലായിരുന്നു. കാരണം അത്യാവശ്യം നല്ല ബിസിനസ് ഉണ്ടായി. അപ്പം നല്ല പേരായിരുന്നു, കൊള്ളാം, പയ്യൻ ചെറുപ്പത്തിൽ തന്നെ ബിസിനസ്സൊക്കെ ചെയ്ത് ഉയർച്ചയിലേക്ക് പോകുന്നു. പക്ഷേ 5 വർഷം ഞാനത് നടത്തി. 5ാമത്തെ വർഷം ആ ഹോട്ടൽ ബിസിനസ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് 55 ലക്ഷം രൂപ കടവും വീട്ടിലൊരു ഭാര്യയും ഒരു കുട്ടിയും. അപ്പോൾ ഫസ്റ്റ് പരാജയം അതായിരുന്നു. അപ്പോൾ എൻ്റെ മാമനുണ്ടായിരുന്നു, അമ്മയുടെ സഹോദരൻ. അദ്ദേഹം ഒരു ഷെഫാണ്, നല്ല ഷെഫായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനും ബിസിനസ് ചെയ്തിട്ടുള്ള പരിചയമില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ ഒരു മണ്ടത്തരത്തിലേക്ക് എടുത്ത് ചാടിയത്. അപ്പോൾ ഈ ആദ്യത്തെ പരാജയം എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് നേരിടാൻ ഭയങ്കര പേടിയായിരിക്കും. കാരണം നമുക്ക് തുറന്നു പറയാൻ പേടിയാണ്. നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾ തന്നെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. നമ്മളെ പേടിപ്പിക്കുന്നതും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ നമ്മളുടെ ചുറ്റുമുള്ള ആളുകളാണ്. അപ്പോൾ ആ ഒരു കാലം എൻ്റെ 28ാമത്തെ വയസ്സായ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. നമുക്ക് തലയൊന്നും പൊങ്ങില്ല, ഒരു ഇവൻറ്റിനോ ഒരു സ്ഥലത്തേക്കോ പോകാൻ പറ്റില്ല, വൈഫിനാണെങ്കിൽ സ്വർണ്ണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം മൊത്തത്തിൽ പ്രശ്നമായിട്ടുള്ള അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പരാജയം. ഓവർകം ചെയ്യാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടി. പക്ഷേ എൻ്റെ ഫാമിലി, വൈഫാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും ഒരുപാട് കുറ്റപ്പെടുത്താതെ നെക്സ്റ്റ് മൂവ് ചെയ്യാനായിട്ടുള്ളൊരു സപ്പോർട്ട് തന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ വൈഫ് ഓഡിയോളജിസ്റ്റാണ്, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് മെഡിക്കൽ ബോർഡിൻ്റെ ക്യാമ്പുകൾ, അന്ന് സർക്കാരിൻ്റെ ഒരു ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. ആ ക്യാമ്പുകളിൽ ഞാൻ കൊണ്ടുവിടുമായിരുന്നു. ഈ ഓഡിയോളജിസ്റ്റിനെ കൊണ്ടുവിടുന്ന സമയത്ത് ആ ക്യാമ്പിലൊരു അസിസ്റ്റൻ്റായിട്ട് ഒരു ചെറിയ ജോലി എനിക്ക് അവിടെ കിട്ടി. അങ്ങനെ പോയി കണ്ട് അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററെ കണ്ട് ദെൻ അത്യാവശ്യം നല്ല രീതിയിൽ ആ ക്യാമ്പുകൾ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ജില്ലാ കോർഡിനേറ്റർ, മലപ്പുറം ജില്ലയുടെ കോർഡിനേറ്ററായിട്ട് എനിക്ക് സ്ഥാനക്കയറ്റം കിട്ടി. അങ്ങനെ 1 വർഷത്തോളം കേരളത്തിൽ പല ഭാഗത്തായിട്ടും നടന്ന് നമ്മൾ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ക്യാമ്പുകൾ ചെയ്തു. 1 വർഷം കൊണ്ട് ഈ പ്രൊജക്റ്റ് തീർന്നു. അപ്പോൾ എന്നെ പിരിച്ചു വിട്ടില്ല, പകരം തിരുവനന്തപുരത്ത് ഒരു പോസ്റ്റ് തന്നിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷനിലെ ഒരു താൽക്കാലിക ജീവനക്കാരനായിട്ട് എന്നെ അപ്പോയിൻ്റ് ചെയ്തു. അപ്പോൾ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ സന്തോഷിച്ചു. കാരണം ചെക്കൻ രക്ഷപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് മന്ത്രിയുടെ കൂടെയുള്ള ഫോട്ടോ അല്ലെങ്കിൽ കളക്ടറുടെ കൂടെയുള്ള മീറ്റിംഗ്, ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമ്മളുടെ എന്താ പറയുക, ഓൺട്രപ്രൂണിയൽ ഒരു ചിന്തയുണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്ത വീണ്ടും വന്നു. ആക്ച്വലി ക്യാമ്പുകളുടെ സമയത്ത് ഒരു യുദ്ധം പോലെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ട്, ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ ക്യാമ്പുകൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഐഡിയലായിട്ടൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ തിരിച്ച് ആ ഒരു ബിസിനസ്സിലേക്ക് വീണ്ടും 2ാമത്തെ ഉദ്യമം
ഒരു മൊബൈൽ കാർ വാഷ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. തുടക്കത്തിൽ പട്ടിണിയായിരുന്നു. ആദ്യത്തെ 1-2 ആഴ്ച 2-3 കാറൊക്കെയാണ് കഴുകുക. കുറേ വീടുകളിലൊക്കെ നോട്ടീസ് വിതരണം ചെയ്തു. കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയൻ LLB കഴിഞ്ഞിട്ട് ജേർണലിസം കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു മാതൃഭൂമിയിൽ തിരുവനന്തപുരത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് മനോരമയിൽ സ്റ്റിങ്ങറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഇത് കണക്ട് ചെയ്ത് പറഞ്ഞു, ഇത് കൊള്ളാലോ, നല്ല സ്റ്റോറിയാണ്, ഞങ്ങളിത് മനോരമയിൽ കൊടുത്തോട്ടേന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ കാറ് വാഷ് ചെയ്യുന്ന ഒരു ഫോട്ടോ അടക്കം മനോരമ പത്രത്തിൽ നഗരം എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഭവം ഉണ്ടായിരുന്നു. പിറ്റേ സൺഡേ വന്ന അന്ന് തൊട്ടിട്ട് ഞങ്ങൾക്ക് വിളിയാണ്, നിങ്ങളെപ്പറ്റി കേട്ടു, ഞങ്ങളുടെ കാറ് വാഷ് ചെയ്യണം. സോ വെരി നെക്സ്റ്റ് ഡേ രാവിലെ 6 മണി തൊട്ടിട്ട് വൈകുന്നേരം 12 മണി വരെ കാറ് കഴുകി. അതങ്ങോട്ട് പിന്നെയുള്ള ആഴ്ച മുഴുവൻ അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ന്യൂസ് കണ്ടു. ദെൻ മാതൃഭൂമി വന്നു, റെഡ് FM വന്നു, ഇന്റർവ്യൂ ആയി, ബഹളമായി. ഞാനന്ന് 6 പാക്കായി. 1 മാസം കൊണ്ട്, വെറുതെ പറയില്ല, ശരിക്കും. അപ്പോൾ നമ്മൾ ഒരു ടീമുള്ളത് 2 ടീമായി, 3 ടീമായി. കാർ വാഷ്, ഹൗസ് ക്ലീനിങ്, പെസ്റ്റ് കൺട്രോളിങ്, ഇങ്ങനെയുള്ളൊരു രൂപത്തിലേക്ക് മാറ്റി. ഒരു ചെറിയ കോൾ സെൻറ്റർ സെറ്റ് ചെയ്തു. പക്ഷെ ഇത് ആ ഒരു സ്കെയിലിൽ നിന്നും കുറേയും കൂടെ ടെക്നോളജി ഇൻകൽക്കേറ്റ് ചെയ്തിട്ട് ഒരു സിറ്റീസിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു ബുദ്ധി എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് നമ്മളടുത്ത് ഡിസ്കസ് ചെയ്തു, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞു. അവരന്ന് എന്തൊക്കെയോ പറഞ്ഞു, സെറ്റ് കിട്ടി. എനിക്കൊന്നും മനസ്സിലായി, കാരണം എനിക്കിതിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അതിതീവ്രമായ ആഗ്രഹം മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യാവുന്ന ആ ബിസിനസ്സിനെ ആക്ച്വലി എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്കത് അവസാനിപ്പിക്കേണ്ടി വന്നു. ഹച്ചിൻ്റെ കേരള ഹെഡൊക്കെ വന്നിട്ട് പറഞ്ഞതാണ്, ഇത് ഇവിടെയല്ല ചെയ്യേണ്ടത്, ഈ മോഡൽ കൊള്ളാം, ഈ ഡാറ്റ എടുത്തിട്ട് നമ്മൾ കുറച്ചും കൂടെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ബാംഗ്ലൂർ ബേസ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഈ കോൺസെപ്റ്റ് അവിടെയാണ് വിജയിക്കുക. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു എന്താ പറയുക, അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റാതെ പോയി. സോ ഈ എന്താ പറയുക പരാജയത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എനിക്ക് അതിതീവ്രമായ ആഗ്രഹമുണ്ട്, പക്ഷെ അതെങ്ങനെ ചെയ്യണം, എന്താണ് എന്ന് എനിക്കറിവില്ല. ഞാനത് പഠിച്ചേ പറ്റൂ. അങ്ങനെ തിരിച്ചു വന്ന് കൊച്ചിയിൽ അന്ന് ഹെഡ് സ്റ്റാർട്ട്, സാറ്റർഡേ സ്റ്റാർട്ടപ്പ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇൻഫോ പാർക്കിലായിരുന്നു ഈ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതുപോലെ വന്നിട്ട് ഏറ്റവും ബാക്കിലിരിക്കും, കാരണം ഫ്രണ്ടിലിരിക്കാൻ പേടി, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പറയണ്ടേ. അപ്പോൾ ഒരു ദിവസം ഇവിടെ സിജോ ഗുരുവിളൊക്കെ അന്ന് സ്റ്റാർട്ടപ്പ് വില്ലേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയം. അപ്പോൾ ഒരു ദിവസം സിജോ എൻ്റെ അടുത്ത് ചോദിച്ചു, രാഹുൽ എന്താ അവിടെ ഇരിക്കുന്നത്, താൻ ഇനി അത് പൊളിച്ചങ്ങോട്ട് പോകുമെന്ന് വെച്ചാൽ എന്നെ പിടിച്ച് ഫ്രണ്ടിലിരുത്തി. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറച്ചൊക്കെ ധൈര്യം വന്നു. പിന്നെ ഒരുപാട് വായിക്കാൻ തുടങ്ങി, എന്താണ് സ്റ്റാർട്ടപ്പ്, എന്താണ് ഒരു ബിസിനസ്, എങ്ങനെയാണ് ഇതിനെ സ്ട്രക്ചർ ചെയ്യേണ്ടത്, എന്താണ് സംഭവം. എന്നിട്ട് പതിയെ അടുത്ത സംരംഭം തുടങ്ങാനുള്ളൊരു ശ്രമമായപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി, ഓക്കെ ഇവൻ അടുത്ത സംരംഭത്തിനുള്ള പരിപാടിയാണ്, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കാരണം അനിയന്മാർ 2 പേരുണ്ട്. ഒരാൾ വക്കീലാണ്, അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണ്. രണ്ടാമത്തെ അനിയൻ എൻജിനീയറാണ്, ആളും നല്ല രീതിയിൽ പുറത്ത് വർക്ക് ചെയ്യുന്നു. മൂത്ത മകൻ മാത്രം നശിച്ചു എന്ന് പറയേണ്ട ഒരു അവസ്ഥയായല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ദുബായിക്ക് എന്നെ പതുക്കെ കയറ്റി വിട്ടു. ദുബായ് പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ദുബായിൽ ചെയ്യണം. ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് ചൈനയിൽ നിന്നും കമ്പോണൻസും പ്രൊഡക്ട്സ് ഒക്കെ ഇറക്കുന്ന ഒരുപാട് കമ്പനികളൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി, അവരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. ടെക്നോളജി അവിടെ ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെന്റ് കണ്ടപ്പോൾ ഓക്കെ ഇനി ഫ്യൂച്ചർ ഇതാണ് എന്നുള്ളൊരു ബോധ്യം വന്നു. മൊത്തത്തിൽ സിലിക്കൺ വാലിയാണ് അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ എന്താണ് മൂവ്മെന്റ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് സ്റ്റാർട്ടപ്സ് ഇതിലേക്ക് വരുന്നത്, എങ്ങനെയാണ് അതിന്റെ ഫണ്ടിങ് രീതികൾ, ഇതിനൊക്കെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. അവിടെ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അഡിഡാസിൽ നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ എന്നും കാണും, ബിസിനസ് ചെയ്യണ്ടേ എന്ന് സംസാരിക്കും. അവസാനം ഞാൻ ചോദിച്ചു, നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ, നമുക്ക് നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുകൊണ്ട് ആദ്യം ഞാൻ കയറി പോന്നു. പിന്നെ പുള്ളിയും വന്ന് ഞങ്ങൾ നാട്ടിൽ അഗെയിൻ 3ാമത്തെ ഒരു സംരംഭം കെട്ടിപ്പടുക്കുക എന്നുള്ള രീതിയിൽ വന്നു. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക്സ് അക്കാദമി എന്ന് പറയാം, സ്റ്റെം റോബോട്ടിക്സ്, അത് സ്ഥാപിച്ചിട്ടാണ് ഞങ്ങൾ ടെക്നോളജി മേഖലയിലേക്ക് കടന്നത്. അപ്പോൾ അന്ന് ആർഡിനോ ബോർഡ്സിലാണ് എല്ലാം ചെയ്യുന്നത്, റാസ്ബെറി ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ റാസ്ബെറി പൈയിൽ ഒരു ആക്ടിവിറ്റി ചോദിച്ചപ്പോഴാണ് ഇവർക്ക് അതിനെപ്പറ്റി അറിയില്ല. ദെൻ നമ്മൾ പതിയെ ഒരു ടീം ഫോം ചെയ്തു, ഒരു R&D ടീം സ്ട്രക്ചർ ചെയ്ത് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നമ്മൾ പ്രോഗ്രാംസ് ചെയ്തു തുടങ്ങി. അത്യാവശ്യം ചെറിയ രീതിയിൽ റവന്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഫ്രണ്ട്ഷിപ്പാണ്, ബിസിനസ്സിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള സ്ട്രക്ചറിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. ഒരു ട്രസ്റ്റിൻ്റെ പുറത്താണ് എല്ലാം നമ്മൾ ചെയ്ത് മുമ്പിലേക്ക് പോയത്. 2 പേരുടെയും വിഷൻ 2ആയിരുന്നു. എനിക്ക് ആക്ച്വലി ഇപ്പോൾ ഇൻകർ സെറ്റ് ചെയ്ത പോലെ ഒരു ഫണ്ടിങ് ഒക്കെ എടുത്തിട്ട് ഭീകരമായിട്ടുള്ളൊരു സ്ട്രക്ചറിലേക്ക് പോകണമെന്നും അദ്ദേഹം ആ ഒരു സ്ട്രക്ചറിൽ ബിലീവ് ചെയ്തിരുന്നില്ല. നല്ല സുഹൃത്തുക്കളായ ഞങ്ങൾ പതുക്കെ അകലാൻ തുടങ്ങി. പതിയെ ആ ബിസിനസ്സിൽ നിന്നും എനിക്ക് ഇറങ്ങേണ്ടി വന്നു. 35 വയസ്സോളമായി.
3 ബിസിനസ്സുകളിലും നമ്മൾ ചെയ്തത് അത്രയധികം എഫേർട്ട് ഇട്ടിട്ടും അത് പരാജയപ്പെട്ടു എന്ന് തന്നെ പറയണം. ഞാനും വൈഫും കൂടെ ഒരു ഡിസ്കഷൻ ആയിരുന്നു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വൈഫ് ഇങ്ങനെ പറയും ഇതെന്താണ് നമ്മളിതൊന്നും ശരിയാവുന്നില്ലല്ലോ എന്നുള്ള ഒരു ഡിസ്കഷൻ വരുമല്ലോ. അപ്പോൾ ആ മൊമെൻറ്റിൽ ഞാൻ പറഞ്ഞു ഓക്കെ എല്ലാം സ്റ്റോപ്പ് ചെയ്യാം, ഞാൻ ഇത്രയും ട്രൈ ചെയ്ത് എനിക്ക് തോന്നുന്നില്ല ഇനി എനിക്ക് പറ്റുമെന്ന്, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, ഞാൻ എന്താ വെച്ചാൽ വോക്കോ എന്താ വെച്ചാൽ ചെയ്യാന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചത് നിങ്ങളുടെ ഒരു സ്പാർക്ക് കണ്ടിട്ടാണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ കുറേ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന്, പക്ഷെ ഒന്നും ചെയ്ത് സക്സസ് ആയില്ല. യു ഡോണ്ട് വാണ്ട് ടു പ്രൂവ് എനിത്തിങ് ഫോർ മീ, ബട്ട് നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ വിചാരിക്കും നിങ്ങളൊരു മണ്ടനാണ്, കുറേ കാര്യങ്ങളുടെ പിന്നാലെ ഓടി ഒന്നും നേടിയില്ല. സോ ഇറ്റ്സ് യുവർ ചോയ്സ്, എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പുള്ളിക്കാരി പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ ഫൈൻ കൊള്ളാം. അപ്പം ഞാൻ ഡിസൈഡ് ചെയ്തു ഓക്കെ എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്, ഞാനതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. then എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിരുന്നു, അനുരാഗ്, ഞാൻ ഒരിക്കലും മറക്കില്ല, നീ ടെക്നോളജി മേഖലയിൽ ഇനിയൊരു സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ പുള്ളീനെ വിളിച്ചു. പുള്ളി തന്ന ഫസ്റ്റ് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നാണ് ഇങ്കർ റോബോട്ടിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളൊരു റോബോട്ടിനെ ദുബായി പോയി കൊണ്ടുവന്നു. അപ്പോൾ ബേസിക്കലി നമ്മൾ നോക്കിയപ്പോൾ അപ്പോഴത്തേക്കും കുറേ ട്രെയിനിങ് കമ്പനീസ് വന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് വ്യത്യസ്തമാവാം എന്ന് ചിന്തിച്ചപ്പോൾ നമ്മൾ റിയൽ റോബോട്ടുകൾ, ഹ്യൂമനോയിഡ് റോബോട്ടുകൾ, റോബോട്ടിക് ആംസ്, അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്ന് ആ ഒരു ഇൻഫ്ര ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ദെൻ നമുക്ക് നമ്മളുടെ ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തൃശ്ശൂർ തന്നെയുള്ളൊരു ഷബാൻ ഖാദർ, അദ്ദേഹം ഒരു 2 കോടി രൂപയോളം ഫസ്റ്റ് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വന്നു. ഞങ്ങളൊരു വലിയ ലാബ് തൃശ്ശൂർ ഒരു 5000 സ്ക്വയർ ഫീറ്റിലൊരു ലാബ് സെറ്റ് ചെയ്തുകൊണ്ട് ഒരു എക്സ്പോ ചെയ്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മളെല്ലാവരും റോബോട്ടിക്സിനെ പറ്റിയും എഐനെ പറ്റിയും പറയുമെങ്കിലും അതിനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. വി ഡോണ്ട് ഹാവ് ആക്സസ് ടു ദീസ് തിങ്സ്. ഇപ്പോൾ നമ്മളൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്താണ് AI എന്നൊരു കർഷകന് പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു സംവിധാനം ഇല്ല, അത് കാണിച്ചു കൊടുക്കാനില്ല. ഇപ്പം നമുക്കൊരു ജെറ്റ്സൻ്റെ ഒക്കെ ഒരു കംപ്ലീറ്റ് പ്ലാറ്റ്ഫോംസിലേക്ക് ആക്സസ് വേണമെങ്കിൽ അതില്ല. അപ്പോൾ എങ്ങനെയാണ് ആ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റുക, എങ്ങനെ ഇതിനെ പറ്റിയിട്ട് അവയർനെസ് കൊടുക്കാൻ പറ്റും, ഇറസ്പെക്റ്റീവ് ടു ഇൻഡസ്ട്രീസ്. ഈ പറയുന്ന ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസ് നമ്മൾക്ക് അറിയില്ലെങ്കിൽ, നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ പുറകിൽ പോകും. ടെക്നോളജി അല്ല നമ്മളുടെ ജോലി എടുക്കാൻ പോകുന്നത്, ടെക്നോളജി അറിയുന്ന ആളുകളാണ് ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവിൽ ഇങ്ങനെ ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. അത് എങ്ങനെയുള്ളൊരു സ്പേസ് ആവണം. അങ്ങനെ ഒരു 2019 തന്നെ ഞങ്ങളൊരു റോബോ പാർക്ക് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടീമിനെ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനൊക്കെ ഞങ്ങൾ ആരംഭിച്ചു. ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ സ്കൂൾസിലും കോളേജസിലൊക്കെ ട്രെയിനിങ്സ്, പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഫെഡറൽ ബാങ്കിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കമ്പനികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റോബോട്ടുകളെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഞാൻ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് റോബോ പാർക്ക് എന്ന് പറയുന്ന ഇപ്പോൾ തൃശ്ശൂർ വരാൻ പോകുന്ന പ്രൊജക്റ്റിലാണ്. ഒരു 4 വർഷമായിട്ട് ഞാൻ അതിൽ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യായിരുന്നു. ഞാൻ റോബോ പാർക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ റോബോ പാർക്ക് ആക്ച്വലി ഒരു എക്കോസിസ്റ്റമാണ്. അപ്പോൾ ഈ റോബോ പാർക്കിന് 4 വേർട്ടിക്കൽസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് വേർട്ടിക്കൽ എന്ന് പറയുന്നത് റോബോ ലാൻഡ്, ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഫോർ ടെക്നോളജി. നമ്മളിപ്പോൾ ആ പാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ റോബോട്ടിക്സ്, AI, IoT, 3D പ്രിന്റിംഗ്, AR, VR, ഡ്രോൺസ്, EV, ഓട്ടോണമസ് വെഹിക്കിൾസ്, ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. തുടങ്ങുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഗിയേഴ്സ്, ലിവേഴ്സ്, മെക്കാനിസംസ് നേരിട്ട് വർക്ക് ചെയ്ത് കാണാം. ഇലക്ട്രോണിക്സിന് ഒരു ഏരിയ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസിന് ഒരു ഏരിയ ഉണ്ട്, പിന്നെയാണ് AIയും റോബോട്ടിക്സ് ഒക്കെ വരുന്നത്. അപ്പോൾ AIയിൽ നമ്മൾ ജനറേറ്റീവ് AI, കമ്പ്യൂട്ടർ വിഷൻ, NLP ഇതെല്ലാം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വലിയ എക്സിബിറ്റ്സ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും ടെക്നോളജി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഉള്ളത് ഒരു വലിയ മേക്കർ സ്പേസ് ആണ്. ഈ മേക്കർ സ്പേസിൽ നിങ്ങൾക്കൊരു കുഞ്ഞ് റോബോട്ടിനെ, ലെഗോ അല്ലെങ്കിൽ കുഞ്ഞ് കിറ്റ് ഉപയോഗിച്ചിട്ട് റോബോട്ടിനെ ഉണ്ടാക്കാം. ഒരു കംപ്ലീറ്റ്ലി ഓട്ടോണമസ് കാറ് നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയും ഈ പറയുന്ന മേക്കർ സ്പേസിലുണ്ട്. ദെൻ മേക്കർ സ്പേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്പിംഗ് ഏരിയ, ദെൻ ഒരു ഫുഡ് ആൻഡ് ബിവറേജസ് ഏരിയ, പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ലേസർ ടാഗ്, ട്രാംപോളിൻ പാർക്ക്, അങ്ങനെയുള്ള കുറച്ച് ഗെയിംസും കൂടെ. സോ ഇതാണ് ഫസ്റ്റ് വേർട്ടിക്കലായിട്ടുള്ള റോബോ ലാൻഡ്. സോ ഇവിടെ നമ്മളൊരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു വിത്ത് ഓൾ ദീസ് ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇതിൽ നിങ്ങൾക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ്, അതാണ് രണ്ടാമത്തെ വേർട്ടിക്കൽ. ഒരു സ്കൂൾ കുട്ടിക്കോ, ഒരു കോളേജ് സ്റ്റുഡൻറ്റിനോ, ഒരു പ്രൊഫഷണലിനോ, ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾക്കോ ഈ പറയുന്ന ഏത് ടെക്നോളജിയിലും ഒരു 1 ഡേ വർക്ക്ഷോപ്പ് തൊട്ടിട്ട് 2 വർഷത്തെ റിസർച്ച് പ്രോഗ്രാം വരെയുണ്ട്. ഇതിന് UGC അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. പിന്നെ AWS, NVIDIA, ഗൂഗിൾ, ഈ കമ്പനികളായിട്ട് എല്ലാം തന്നെ നമ്മൾ നേരിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നടത്തുന്ന പ്രോഗ്രാമുകളുണ്ട്. ദെൻ തേർഡ് വേർട്ടിക്കൽ വന്നിട്ട് ഇവിടെ നിന്ന് പ്രൊഡക്റ്റ് ആൻഡ് സൊല്യൂഷൻസ് R&D ചെയ്യുന്ന ഒരു ഏരിയ. ഫോർത്ത് വൺ സ്റ്റാർട്ടപ്സിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ്. സോ ഈ 4ഉം കൂടുന്നതാണ് റോബോ പാർക്ക്. തൃശ്ശൂരാണ് നമ്മൾ ഫസ്റ്റ് റോബോ പാർക്ക് വരുന്നത്. നമുക്ക് ഗവൺമെൻറ്
ഒരു 10 ഏക്കേഴ്സിൻ്റെ ലാൻഡ് അലോ ചെയ്തിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഓപ്പോസിറ്റാണ് പാർക്ക് വരുന്നത്. ഇത് ഫസ്റ്റ് പാർക്കാണ്, ഇന്ത്യയിലെ ആദ്യത്തെ റോബോ പാർക്ക്. ഇനി നമ്മൾ ഇന്ത്യയിൽ 2-3 പാർക്കും കൂടെ ചെയ്യാനായിട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നു. 2026 മാർച്ചിൽ മുമ്പ് നമ്മൾ 2 പാർക്കിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്യും. ദെൻ അക്രോസ് ഇന്ത്യ സെൻറ്റർ ഓഫ് എക്സലൻസ് റോബോട്ടിക് ക്ലബ്ബുകൾ, ഇതാണ് ഈ എക്കോസിസ്റ്റത്തിൽ അടുത്ത് വരാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ മിഡിൽ ഈസ്റ്റിൽ സൗദി ബേസ് ചെയ്തിട്ട് ഒരു പാർക്ക് ചെയ്യാനായിട്ടുള്ള ഡിസ്കഷൻ കൂടെ നടക്കുന്നു. സോ ഇത്രയാണ് ഇപ്പോൾ ഇങ്കർ റോബോട്ടിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതിൽ ഇങ്കറിലേക്ക് വരുമ്പോൾ ഏറ്റവും സംഭവിച്ചിട്ടുള്ള ഒരു നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ലൈഫ് പാർട്ട്ണറാണ് രഞ്ജിതയാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം. അല്ലെങ്കിൽ രഞ്ജിത പോലൊരു പാർട്ട്ണർ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ പറ്റില്ല. ഞാൻ ബേസിക്കലി എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. ഇതേപോലെ തന്നെ എൻ്റെ ലൈഫിലൊരു പാർട്ട്ണറും കൂടെ ഉണ്ട്, എൻ്റെ ബിസിനസ് പാർട്ട്ണർ. കാരണം നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് വീക്ക്നെസ്സും ഉണ്ടാവും, സ്ട്രെങ്ത്തും ഉണ്ട്. അപ്പോൾ എൻ്റെ സ്ട്രെങ്ത് എന്നുള്ളത്, ഞാനൊരു ഡ്രീമറാണ് ആക്ച്വലി, ഐ എം നോട്ട് എ ഡൂവർ. അത് ഞാൻ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ വിനീത എൻ്റെ കോച്ചാണ്, മെൻറ്ററാണ്. അപ്പോൾ പുള്ളിക്കാരിയെ പോലെയുള്ള സുഹൃത്തുക്കളാണ് അത് തിരിച്ചറിയാൻ എന്നെ സഹായിച്ചത്. സോ ഇപ്പോൾ ഞാൻ ഒരു ആക്ച്വലി നല്ല രീതിയിലൊരു കാര്യം ഓപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽസ് ഹാൻഡിൽ ചെയ്യാനോ ഞാൻ നിൽക്കുക അഗെയിൻ ഞാൻ തന്നെ ഡ്രീം ചെയ്യുകയാണെങ്കിൽ അത് ഡ്രൈവ് ചെയ്യാൻ പാടാണ്. അപ്പോൾ അവിടെ നല്ല ടീം വേണം. ആക്ച്വലി ഇങ്കറിൽ സംഭവിച്ച അല്ലെങ്കിൽ ഇങ്കർ റോബോട്ടിക്സിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്, ഇങ്കറിൻ്റെ ഇപ്പോഴത്തെ CEO മിസ്റ്റർ അമിത് രാമൻ, അദ്ദേഹം ഇങ്കർ തുടങ്ങിയിട്ട് 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് ഒരു ഇൻവെസ്റ്ററായിട്ട് നമ്മളുടെ കമ്പനിയിൽ വന്നത്. ഒരു 3 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പുള്ളി കമ്പനിയിൽ വന്നത്. ദെൻ പുള്ളി ഷെയർസ് എടുത്തു. പുള്ളി ആക്ച്വലി റിയൽ ഡൂവറാണ്. അപ്പോൾ ഞാൻ എന്ത് സ്വപ്നം കാണുന്നോ, എന്ത് വിഷൻ ചെയ്യുന്നോ, ആ വിഷനെ യാഥാർത്ഥ്യമാക്കാനായിട്ട് ചെറിയ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടൊരു ബിസിനസ്സിനകത്ത് നമ്മളുടെ ഐഡിയ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എൻ്റെ ഏറ്റവും അടുത്ത് കൂടെ നിന്ന് അത് യാഥാർത്ഥ്യമാക്കുന്നത് അമിതാണ്. അപ്പോൾ ഈ അമിത്തും രഞ്ജിതയാണ് ഞാൻ ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല 2 പാർട്ട്നേഴ്സായിട്ടാണ് കാണുന്നത്. ദെൻ മൈ ഫാമിലി, പിന്നെ ഇങ്കറിൻ്റെ ഞങ്ങളുടെ എംപ്ലോയീസ്. ഇപ്പോൾ ഇങ്കർ നമ്മൾ തുടങ്ങി വളരെ ചെറിയ കമ്പനിയായിട്ടാണ് തുടങ്ങി. നമ്മൾ ഒരു ഘട്ടത്തിൽ കൊറോണ സമയത്ത് ഞങ്ങളുടെ നമ്പർ 50ഓളം ഉണ്ടായിരുന്നു, 50 എംപ്ലോയീസ് ഉണ്ടായിരുന്നു. കൊറോണ കഴിഞ്ഞൊരു ഘട്ടത്തിൽ അത് 5ലേക്ക് താഴ്ന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഓഫീസിൽ ഇരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും അപ്സ് ആൻഡ് ഡൗൺസ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെയും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിന്നത് നമ്മളുടെ എംപ്ലോയീസാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളുടെ സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് ആക്ച്വലി ഇന്ന് ഈ രൂപത്തിലേക്ക് ഇങ്കറിനെ എത്തിക്കാൻ പറ്റി, ഈ രൂപത്തിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റിയിട്ടുള്ളത്. റോബോ പാർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും തിരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നും അവർക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു. താങ്ക് യു.